ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സൈനിങ് കൂടെ നടത്താൻ പോകുന്നുണ്ടെന്ന് എന്തായാലും അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഗൈസ്, അത് ഏത് താരമാണെന്ന് ഇതുവരെ ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല. ഗൈസ്, മേ ബി ഒരു സ്ട്രൈക്കർ ആകാനാണ് ചാൻസ് കൂടുതൽ. കാരണം നമ്മുടെ വിറ്ററിനെ കളയും. ഗൈസ്, അത്രയും മോശമായിട്ടുള്ള പെർഫോമൻസാണ് വിറ്റർ കാണിക്കുന്നത്. ഇപ്പോൾ 3 കളി സസ്പെൻഷനാണ്. ഇനിയും ഡൽഹിയായിട്ടുള്ള മാച്ച് കഴിഞ്ഞ് മേ ബി എന്തായാലും ഒരു ഫോറിൻ പ്ലെയർ പുത്തനായിട്ട് സൈൻ ചെയ്യത്തുള്ളൂ. കാരണം വിറ്ററിനെ ഇപ്പോൾ സസ്പെൻഷൻ കിട്ടിയ താരത്തെ ഈ സസ്പെൻഷൻ കഴിയാതെ നമുക്ക് ടെർമിനേഷൻ ചെയ്യാൻ പറ്റത്തില്ല പ്ലേയേഴ്സിനെ ടീമിൽ നിന്ന്. അതുകൊണ്ട് എന്തായാലും ഡൽഹിയുമായിട്ടുള്ള മാച്ച് കഴിയുമ്പോഴത്തേന് മേ ബി മർലോണും പോവും. കാരണം കരീം ബെനാറിഫ് എന്ന് പറയുന്ന ഒരു പുത്തൻ താരം വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം വിറ്ററിനെ കളയുക, അപ്പോഴത്തേനെ ഒരു പുത്തൻ സൈനിങ് എന്തായാലും മേ ബി സൈൻ ചെയ്യാനുള്ള ഇതുള്ളൂ. പിന്നെ 5-ാം തീയതി ഡൽഹിയായിട്ടാണ് അടുത്ത മത്സരം. എന്തായാലും അത് ജയിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഗൈസ്. ഒരു 3 പോയിൻറ്റ് ഈ സീസണിൽ ആദ്യമായിട്ട് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വലിയ ഹോപ്പൊന്നുമില്ല, എന്നാലും പുത്തൻ കോച്ച് വന്നു, എന്തൊക്കെ കാണിക്കുമെന്ന് നമുക്ക് 5-ാം തീയതി കാണാം. പിന്നെ ഗൈസ്, തമ്പനയിൽ നമ്മൾ അൽവാറോ വാസ്കസിൻ്റെയാണ് ഇട്ടത്. അത് ഗൈസ്, അൽവാറോ വാസ്കസ് വരുമെന്ന് കുറേ റൂമറൊക്കെ ഉണ്ട് ഗൈസ്. അത് വെറും റൂമർ മാത്രമാണ്. 1% ചാൻസേ ഉള്ളൂ. കാരണം നമ്മുടെ മാനേജ്മെൻറ്റാണ്. പോയ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ വലിയ സാധ്യതയൊന്നുമില്ല ഗൈസ്. എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞ ഒരു അൽവാറോ വാസ്കസിൻ്റെ അത്രയെങ്കിലും പെരേഡേസിൻ്റെ അത്രയും കളിക്കുന്ന ഒരു ക്ലിനിക്കൽ ഗോൾ പൗച്ചർ സ്ട്രൈക്കറിനെ സൈൻ ചെയ്യട്ടെ ഇനിയുള്ള കാര്യമുള്ളൂ ഗൈസ്. ഇല്ല പിന്നെ ചുമ്മാ സൈൻ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ തമ്പനയിൽ നമ്മൾ ചുമ്മാ കൊടുത്തതാണ്. പിന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം. ഇപ്പം ബൈ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.